ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ നോഡ് 3 ആണ്. അപ്പോൾ വൺ പ്ലസ് താല്പര്യമുള്ളവർക്ക് ഈ സ്മാർട്ട് ഫോൺ നോക്കാം. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ 1.5K സൂപ്പർ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1450 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ അടുത്തതായി പ്രോസസ്സർ ചോദിച്ചു കഴിഞ്ഞാൽ MediaTek Dimensity 9000 ആണ് വരുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള ക്യാമറയാണ് വരുന്നത്. സോണിയുടെ IMX890 ആണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. OIS സപ്പോർട്ടൊക്കെ ഉണ്ട്, അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ കൈ ഷേക്കായാലും ഫോട്ടോ സ്റ്റഡി ആയിട്ട് കിട്ടുന്ന പരിപാടി. പിന്നെ 5000 mAh ബാറ്ററിയാണ്. 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ Android 14 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്, LPDDR5X, UFS 3.1, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്. ഇനി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 28,999 രൂപയാണ്. 29,000 റുപ്പീസാണ്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ വൺ പ്ലസിൻ്റെ നോഡ് CE4 നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പോക്കോയുടെയാണ്. പോക്കോ X6 Pro. X6 അല്ല, X6 Proയാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K ഫ്ലൂയിഡ് ആമോലെഡ് ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അടുത്ത പ്രോസസ്സറിലേക്ക് വരുമ്പോൾ MediaTek Dimensity 8300 ആണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് ഒക്കെ നല്ലതായിരിക്കും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. OISൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാം. 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും 4K. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് 3.5mm ഓഡിയോ ജാക്കൊക്കെ ഉണ്ട്. Xiaomi ഹൈപ്പർ OSലൊക്കെയാണ് വർക്ക് ചെയ്യണത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5, UFS 4.0 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയ 8GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റിന് 25,999 രൂപയാണ്. അപ്പോൾ ഹൈ വേരിയൻസിലേക്ക് പോകുമ്പോൾ അബൌട്ട് 27,999 വരും. 28,000. കൂടിയ വേരിയൻറ്റിലേക്ക് ചെല്ലുമ്പോൾ 28,000. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു പഴയ സ്മാർട്ട് ഫോണാണ്. നമ്മുടെ സാംസങ് S21 FE 2023 എഡിഷൻ. കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മുടെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 888 ആണ് വരുന്നത്. കുറച്ച് ബാക്കിലോട്ടാണ്. ക്യാമറയിലോട്ട് വരുമ്പോൾ 12 മെഗാ പ്ലസ് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 മെഗാ പിക്സലാണ് വരുന്നത്. 4K 60 FPS വരെ രണ്ട് ക്യാമറയിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് അറിയാമല്ലോ, ക്ലാരിറ്റിയൊക്കെ സൂപ്പർ ആയിരിക്കും. Android 12 വരുന്നത്. അല്പം ഒന്ന് ബാക്കിലോട്ട് നിൽക്കുന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ ക്യാമറ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ, AMOLED ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 29,999 ആണ്. 29,999 റുപ്പീസാണ്. അപ്പോൾ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് Vivo V30. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1200 നിറ്റ്സിൻ്റെ ഗ്ലോബൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. പ്രോസസ്സർ വന്നിട്ട് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ്. സോ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. OISൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആണ്. ഫ്രണ്ട് ക്യാമറയും 50 മെഗാ പിക്സലാണ്. 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. രണ്ട് ക്യാമറയിൽ നിന്നും 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോണും കൂടെയാണ് നമ്മുടെ Vivo V30. അപ്പോൾ ക്യാമറയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. ഈ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ആണ്. 80 വാട്ടിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. IP54 ആണ്. 68 അല്ല 54 ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഡുവൽ അല്ല. LPDDR4X, UFS 2.2. ഇനി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 33,999 ആണ്. 33,999 റുപ്പീസാണ്. നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ 30,000 താഴെ വാങ്ങാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ IQ Neo 7 Pro. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് ആണ്. 1300 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. 1300 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്.
ഇനി ചിപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8+ Gen 1ഉം രണ്ടാമത്തത് ഇൻഡിപെൻഡൻറ്റ് ഗെയിമിംഗ് ചിപ്പ് എന്ന പറഞ്ഞൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് നമ്മുടെ iQ Neo 7 Pro വരുന്നത്. അപ്പോൾ 2 ചിപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് iQ Neo 7 Pro നോക്കാം. പിന്നെ 5000 mAh ബാറ്ററിയാണ്, 120 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. ക്യാമറയിലോട്ട് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വിത്ത് OISൻ്റെ സപ്പോർട്ട്, പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് പ്ലസ് 2 മെഗാപിക്സലിൻ്റെ മാക്രോ. നമ്മൾ ഓൾറെഡി ഫോണിനെ പറ്റി ഇപ്പം മിക്ക ഫോൺ എടുത്താലും അങ്ങനെയാണല്ലോ. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, OIS പ്ലസ് 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് പ്ലസ് 2 മെഗാപിക്സൽ മാക്രോ. ഓൾറെഡി പറഞ്ഞാണല്ലോ, അതുപോലെയാണ്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ. അതൊക്കെ തന്നെ. അപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്, 14 13 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5, UFS 3.1. ഓക്കെ, അതർ തന്നെ. അപ്പോൾ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 29,999 രൂപയാണ്. 29,999 റുപ്പീസാണ്. അപ്പോൾ അണ്ടർ 30Kയിലാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ 1.5K POLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്, 120 ഹെർട്സ് അല്ല, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്. പ്രോസസർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 7 Gen 3. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 13 മെഗാപിക്സൽ പ്ലസ് 10 മെഗാപിക്സൽ. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50 മെഗാപിക്സലാണ്. 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടും. ബാറ്ററി വന്നിട്ട് 4500 mAh ആണ്, 5000 mAh അല്ല, അല്പം താഴോട്ടാണ്. 4500 mAh ആണ്. പിന്നെ 125 വാട്ട്സിൻ്റെ ചാർജിങ്ങും 60 വാട്ട്സിൻ്റെ ചാർജിങ്ങും ഉണ്ട്. അത് നിങ്ങൾ കൂടിയ വേരിയൻ്റ് എടുക്കുമ്പോൾ 120 വാട്ട്സും കുറഞ്ഞത് എടുക്കുമ്പോൾ 60 കിട്ടും. അപ്പോൾ മോട്ടോ എഡ്ജ് 50 Proയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കാം, വേണമെങ്കിൽ കയറി കണ്ടു നോക്കാം. അപ്പോൾ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റിന് 31,999 ആണ്. 1000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. 1 രൂപ ലാഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 30,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.